ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ കുട്ടികളെയൊക്കെ സ്കൂൾക്ക് അയച്ചിട്ട് പുറത്ത് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. എനിക്ക് ഹെൽമെറ്റേ വേണ്ട. വീട്ടിൽ നിന്ന് അമ്മ ചാറാക്കി തന്നാണ്. അല്ല, വീട്ടിൽ നിന്ന് ചാറാക്കി തന്നായിരുന്നു. അതിവിടെ മറന്നു വെച്ചിട്ട് പോയതാണ്. നേരെ പോണത് ഇക്കാൻ്റെ വീട്ടിലേക്കാണ്. ഇക്കാൻ്റെ വീടും എൻ്റെ വീടും ഏകദേശമൊക്കെ അടുത്ത് തന്നെയാണ്. എല്ലാവരും അടുത്തടുത്ത് തന്നെ താമസം. ഒരു 3-4 സ്റ്റോപ്പ് വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജംഷി ഞങ്ങളുടെ വീട്ടിലേക്ക്, ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ തറവാട് വീട് കേട്ടോ. ഞങ്ങൾക്ക് വലിയൊരു തറവാട് വീടൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ കൊടുത്ത് ചെറിയ കുഞ്ഞ് തറവാട് വീട് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുകയാണ്. പക്ഷേ വലിയ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ബാധ്യതകളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഹോസ്പിറ്റൽ കേസ് വന്നാൽ പിന്നെ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മളുടെയൊക്കെ പോയി ഒന്നുമില്ലാതായി. അങ്ങനെ നമ്മളുടെ കുഞ്ഞു വീട് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ ചെറിയൊരു വീടാണ്. ഇതാണിപ്പോൾ അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് ഷിബു ആണ് പേര്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവും സുൽഫിയ ഭാര്യ. അപ്പോൾ രണ്ടുപേരും ഇവിടെ നിൽക്കേണ്ടത് കാണാം. ഇതാണ്ട സുൽഫിയയ്ക്ക്, ഇതാണ് സുൽഫിയത്ത്. അപ്പോൾ സുൽഫിയയ്ക്ക് 2 കിളികൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ 2 കിളികൾ മുട്ടയിട്ട് കിടക്കുകയാണ്. അതാണ്ട അമ്മക്കിളി പോയിട്ടുണ്ട്. അതിൽ 2 മുട്ടയും കാര്യങ്ങളൊക്കെ തന്നെ 2-3 ഉണ്ട് കേട്ടോ, മുട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ ഷിബുവിന് പിന്നെ പണിയൊന്നുമില്ല. അവൻ്റെ പേര് ഷിഹാബാണ്. പക്ഷെ നമ്മൾ സ്നേഹം കൊണ്ട് ഷിബു എന്ന് വിളിക്കും. അപ്പോൾ കണ്ടോ, അപ്പോൾ കിളിൻ്റെയൊക്കെ വാരി വൃത്തിയാക്കി ഭയങ്കര ഓർസാണ്. പണിക്കൊന്നും പോയില്ല, എപ്പോഴെങ്കിലും പണിക്കൊക്കെ പോകുള്ളൂ. കിളികളുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ്. ഭയങ്കര ശ്രദ്ധ എന്ന് പറഞ്ഞാൽ കണ്ട കിളികൾക്ക് തീറ്റ വാങ്ങിക്കൊടുക്കുക. ഇനിയൊരു പൂച്ചയുണ്ട് അല്ലേ ജംഷി, പൂച്ചയും കൂടിയുണ്ട്. അത് പെങ്ങൾ കുട്ടിൻ്റെയാണ്. ഇതുണ്ടോ, പിന്നെയൊക്കെ പരിചരിക്കുന്ന പണിയാണ്. അതിൻ്റെ പേര് റോസമ്മ. ആ ഒരു മഞ്ഞൻ്റെ പേര് റോസമ്മ. മറ്റേതിൻ്റെ പേര് ജംഗിളി. ആ ഒരു നീലൻ്റെ പേര് ജംഗിളി. പിന്നെ അതുണ്ടോ ഫൗസ്യ, അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ടോ ഫൗസ്യ, അത് ഫൗസ്യാണ്. അതുണ്ടോ കണക്കുറുക്കിൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് വരാണ് കേട്ടോ. ഫൗസ്യ ഉള്ളിൽ തന്നെ ഇരിക്കും, ആര് പോയാലും പുറത്ത് വരില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ബാധ്യതകളുള്ള ആളാണ് ഫൗസ്യ. ഉണ്ടോ, അതിൽ 5 മുട്ടയിട്ട് കാവലിരിക്കുകയാണ് ഫൗസ്യ. പിന്നെ തഫ അതായിരിക്കണുണ്ട്, തഫ മോളാണത്. തഫ പിന്നെ ആരെന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല. അങ്ങനെയാണ് തഫൻ്റെ കാര്യം. ഓരോ കിളിക്കും ഓരോ പേരുണ്ട് കേട്ടോ. തഫ മോളെ, അത് ഷെഫി. ഇത് ഷെഫിനെ കണ്ട, ഷെഫി പിന്നെ ഒരു കാര്യം ചിന്തിക്കാത്ത ആളാണ്. കണ്ടോ അവിടെ ഇരിക്കുന്ന പച്ച മഞ്ഞ ഇതുണ്ടോ, വളരെ സിൻസിയറിറ്റിയാണ്. കണ്ടോ തേനയൊക്കെ വയ്ക്കണം, ഭയങ്കര ഉഷാറാണ് കേട്ടോ. പാവമാണ് അനിയൻ പാവ. കിളിനെ നോക്കുന്ന കാര്യത്തിൽ ആഴ്ചക്ക് 3 ദിവസം ലീവ് എടുക്കും തോന്നണം. അതിന് ഭക്ഷണം വാങ്ങാനും പ്ലേറ്റ് എടുക്കുക ഇതാ. പിന്നെ ഭാര്യ പ്ലേറ്റ് എടുക്കുക ഒക്കെ എടുത്തു കൊടുക്കും കേട്ടോ. അത്രയും ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഓരോ കിളിക്കും ഓരോ പേരുകളാണ്. പിന്നെ 3 ആരെങ്കിലും നോക്കണ കച്ചവടക്കണ 3 കിളി എത്ര എണ്ണം കൊടുക്കാനുണ്ട്? എത്ര കിളി കൊടുക്കാനുണ്ട്? അത് ഷെഫിനെ കൊടുക്കാൻ പോകണല്ലേ. അത് ഫൗസിയാണല്ലോ. ഫൗസി പിന്നെ കൂട് വിട്ട് പുറത്ത് വരില്ല. പിന്നെ എന്താ പറയുക, എത്ര റുപ്യക്ക് കൊടുക്കണേ? ജോഡി 150 റുപ്യ ഉള്ളൂ കേട്ടോ. 150 റുപ്യ 350. പെട്ടെന്ന് വില കൂട്ടി. അപ്പോൾ ജംഷി, ഞങ്ങളുടെ വീടൊക്കെ ചെറിയ കുഞ്ഞു വീടാണ് കേട്ടോ. പക്ഷെ വർക്കത്തുള്ള വീടാണ്. അമ്മ നിൽക്കാണ് കേട്ടോ. അമ്മ എന്താണ് കുഞ്ഞു വീടാണ്. ഞങ്ങളുടെ അടുക്കളയൊക്കെ കണ്ട. പക്ഷെ കുഞ്ഞു വീടാണെങ്കിൽ അത് വെച്ച് ഓരോ ഉണ്ടല്ലോ, ഓരോ സാധനങ്ങൾ കണ്ടില്ല. വൃത്തി ഉണ്ടാവില്ല പറഞ്ഞിട്ടാണ്, വേറൊന്നുമല്ല. അമ്മക്ക് ഭയങ്കര വൃത്തിയാണ്. ഈ പാത്രം അടുക്കി വെച്ച കാണാൻ. ഇപ്പോ എന്താ പറയാ, ജംഷിക്കൊന്നും ഇവിടെ ഒരു അതായത് അടുപ്പിൽ വെക്കാനുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ഉമ്മയൊക്കെ വെച്ച് സെറ്റാക്കും. അതെ, എന്താ വെച്ചാൽ വൃത്തിയായില്ല എന്നുള്ളതിലാണ്, വേറൊന്നുമല്ല. ഉമ്മക്ക് ഭയങ്കര വൃത്തിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെറിയ കുഞ്ഞു വീട്. പിന്നെ ഉമ്മേൻ്റെ റൂമാണ് കേട്ടോ ഇത്. ഉമ്മ ഇവിടെ തന്നെയാണ് താമസം. പിന്നെ ഇതിൻ്റെ പിന്നാലെ ചെറിയൊരു വീടുണ്ട് അല്ലേ ജംഷി, ചെറിയ കുഞ്ഞു വീടുണ്ട്. അപ്പോൾ ഉമ്മേൻ്റെ അടുത്ത് എന്തൊക്കെയാണ് ഉമ്മ വെണ്ടയ്ക്കൊക്കെ കണ്ട ആരോഗ്യമുള്ള ഫുഡ് മാത്രം ഉമ്മ ഉണ്ടാക്കുള്ളതാണ്. ഉമ്മ തിരക്കിലാണ്.
ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാല് നിറയെ ഉണ്ടാക്കൂല്ലേ? അതെ, നിറയുണ്ട്. അപ്പൊ ഈ വെണ്ടയ്ക്കൊക്കെ മൊത്തം ഇപ്പൊ നമ്മൾ തന്നെ തിന്ന് തീർക്കണം, വേറെ വഴിയില്ല. അല്ലെങ്കിൽ വടിയെടുത്ത് തല്ലും. ബാക്കി വെക്കാൻ പാടില്ല. ഇവിടെ ഈ ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിലും ബാക്കി വെക്കാൻ പാടില്ല, വൃത്തിയിൽ കഴിക്കണം. അതെ, ബാക്കി വെച്ചാ വടിയെടുത്ത് തല്ലും, അതുള്ള കാര്യമാണ്. അതുകൊണ്ട് പേടിച്ചിട്ട് എല്ലാവരും കഴിക്കും, ഭക്ഷണം തരും. അതെ, സിസ്റ്റം. ഒരു സ്പൂൺ എടുത്ത് ആ സ്പൂൺ അവിടെ തന്നെ വെക്കണം. അതുപോലെ എന്താ പറയാ, പിന്നെ അമ്മായിമ്മ പോലൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഉമ്മ നല്ലോണം ചീത്ത പറയും, പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യില്ല, പക്ഷെ അതിലേറെ സ്നേഹിക്കും. അതെ, അതായത് എന്താ പറയാ, വക്കാണിക്കണവരല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ അല്ലേ. പിന്നെ ഐഷമോളുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ എന്താ ഉണ്ടാക്കാനാണ് അമ്മ? കൊണ്ടാട്ടം. അമ്മാന്റെ മുഖം കാണിക്കണല്ലോ. അമ്മ മുഖം തരില്ല കേട്ടോ. കണ്ട, അമ്മ മുഖം കാണിക്കണില്ല, ഇങ്ങനെ നിക്കാണ് നൈസില്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ കുഞ്ഞു വീടാണെങ്കിലും സന്തോഷം ഒരുപാടുള്ള ഒരു വീടാണ് കേട്ടോ, അല്ലേ? എല്ലാരും ഫ്രണ്ട്ലി ക്യാരക്ടറാണ്. അതെ, അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളെല്ലാരും നമ്മുടെ വീഡിയോസുകളിൽ മുന്നേ നാത്തൂന് വരാണ്ട്, നാത്തൂന് എന്റെ കൂടെ പഠിച്ചതാണ്. അതെ, പിന്നെ അവിടെ അനിയനുണ്ട്, വൈഫുണ്ട്. അതെ, അവനിപ്പോ ഞാൻ കാണിച്ചു തന്ന ആൾ തന്നെയാണ് കിളിക്കൂടല് മെയിൻ്റെനൻസ് ചെയ്യുന്ന. നാത്തൂന് 2 കുട്ടികളുണ്ട്, ഒരു സ്കൂൾ പോയിരിക്കുകയാണ്. അതെ, പിന്നെ ഇവന്റെ ഏട്ടനുണ്ട്, അത് ഞങ്ങളവിടെ തന്നെ താമസം. എന്റെ ഒക്കെയാണ് കേട്ടോ, സൗദിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന നാള് അല്ലേ വീഡിയോ. ഡാഡി വരാനുണ്ട്, ഡാഡി വർക്കിന് പോയിരിക്കുകയാണ്. അതെ, ഡാഡി വന്നിട്ട് കാണിച്ചു തരാം അല്ലെ? പൂച്ചനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ബാ, നമ്മുടെ പൂച്ചനെ കാണാൻ പോ. നമ്മുടെ പൂച്ച മടി ശത്തുമണി ശത്തു ബാ. എന്തര ശത്തു? ഇതണ്ട നമ്മളുടെ രാജാവാണത്, രാജാവ്. വേണ്ട ബാ പൊന്നു പൊന്നൂസേ. ഇത് നമ്മൾ പുറത്തിപ്പോ സാധാരണ വീട്ടിനുള്ളിലാണ് കേട്ടോ വെക്കുക. ഇതിപ്പോ പുറത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ, ഒരു ചാക്കില്. ഇതൊക്കെയാണ് ലിനുസേ. എടേ ലിനു, കണ്ട ആള് കണ്ട, പെണ്ണാണ് കേട്ടാ. ആ പെണ്ണാണ്. പ്രസവിച്ചാൽ ആർക്കും കുട്ടികളൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ തരാട്ടാ, ഫ്രീ ആണ്. ചോദിക്കാൻ ചെക്കനില്ല അല്ലേ? അറിയില്ല കേട്ടോ അതിൻ്റെ കാര്യം അനുസരിച്ച്. അപ്പോൾ ഇങ്ങനെയാണ്. എടാ പൊന്നൂസേ, ഞാൻ ഷിനു. എന്താ പേര്? ലിനു. പെണ്ണുകുട്ടിയല്ലേ, പാത്തുന്ന് വെച്ചാൽ മതി. പാത്തുക്കുട്ടി. അതാണ് കേട്ടോ ഞങ്ങളുടെ ചെറിയ കുഞ്ഞു വീടാണ്, നമ്മൾ വലിയൊരു വീടൊന്നുമല്ല. ജംഷി, ഇതാ എൻ്റെ റൂമാണ്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യ്. നമ്മൾ കണ്ടോ, മേലേക്ക് ഷീറ്റാണ് കേട്ടോ. അതെ, നമ്മള് നാത്തൂന്മാരെ. ഇതാണ് ഷിബുവിന്റെ യെസ്, അലങ്കോലമായിരിക്കാണ്. അതുപോലെ തന്നെ ഇതാണ് എന്താ പറയാ, നാത്തൂന്മാരിന്റെ വീട്. നാത്തൂന്മാരിനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പോരടിക്കും, പക്ഷെ നമ്മളന്ന് പേടിക്കണം. പക്ഷെ പാവമാണ്. ജെയിംസിന്റെ സ്വന്തം കൂട്ടുകാരിയാണ് അല്ലേ? അതെ. പിന്നെന്താണ് നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര വൃത്തിയാണ്. ഇവിടെ ഇരുന്നിട്ട് പാത്രം കഴുകുക. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്. കണ്ടോ, ചട്ടിയൊക്കെ എത്ര വോയിസിൽ അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് എത്ര വർഷങ്ങളായിട്ടുള്ള എന്റെ കല്യാണത്തിന് വീട്ടില് ചെറുതായിട്ട് കായ്ച്ചാറ് വെച്ച ചട്ടിയാണ്. ബിരിയാണിന്റെ ചട്ടി ഇല്ലല്ലോ, ഇത് കായ്ച്ചാറ് വെച്ച ചട്ടി. ഇത് ഉമ്മാന്റെ കല്യാണത്തിനൊക്കെ വെച്ചത്. ഇത് എന്റെ ഉമ്മാന്റെ കല്യാണത്തിന് വാങ്ങിച്ചത് തോന്നുന്നു കേട്ടോ. അത് ഏകദേശം 60 വർഷത്തോളമായി ഈ ഒരു ചട്ടി വാങ്ങിയിട്ട്. അത്രയും സൂക്ഷ്മമാണ്, ഇനിയും എവിടെയും അനങ്ങിയിട്ടില്ല. പിന്നെ ഈ ഇഡ്ഡലി ചട്ടി വാങ്ങിയത് എന്താ പറയാ, ഒരു 10-20 കൊല്ലം ഉണ്ടോ, എന്നാലും ഉമ്മ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ എടുത്തു വെക്കും. ചന്തമാണ് ഉമ്മക്ക് ഇതിങ്ങനെ വെച്ച് കാണാനാണ്. ഇത് കണ്ടോ, ഞാൻ രാത്രി തവള പിടിക്കാനൊക്കെ പോവേ. തവള പിടിക്കാൻ പോവല്ലേട്ടാ, വെറുതെ പറഞ്ഞാണ്. പണ്ടത്തെ തവള പിടിക്കാൻ പാടില്ല, തെറ്റാണ്. അപ്പൊ കണ്ടോ റാന്തല്. പണ്ട് കാളവണ്ടികളിലൊക്കെ ഇങ്ങനെ കെട്ടിട്ട് പോകണ കണ്ടോ, നല്ല രസമാണ്. അതിൻ്റെ ഒരു പേരിന് വേണ്ടി നമ്മളിങ്ങനെ വാങ്ങി വെച്ചാണ്. പിന്നെ ഈ കുട എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഉപയോഗിച്ചൊന്നല്ല, എൻ്റെ പെങ്ങളുടെ കുട്ടി ഉപയോഗിച്ചാണ്. കാരണം എൻ്റെ ചെറുപ്പകാലത്ത് ഇതുപോലത്തെ മോഡൻ കുടയൊന്നുമില്ല. അന്നൊക്കെ മറ്റേ വാഴയില വെച്ചിട്ട് ഓടുന്ന സമയമായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ എൻ്റെ ഉമ്മാനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഉമ്മ. ചണ്ടക്കാരിയാണ് വേണ്ട. എൻ്റെ ഉമ്മ ചിരിച്ചാല്
ചിരിച്ചാല് പല്ലൊക്കെ ഇത്തിരി കുറവാണ്, എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. സുന്ദരി എന്റെ ഉമ്മയാണ്. അപ്പൊ ഉമ്മ മുഖം പല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണിക്കത്തിന് മടിച്ചു, എന്നാലും പാവമാണ്. എന്റെ പൊന്നുമ്മയാണ് കേട്ടാ. എനിക്ക് പല്ലൊക്കെ സെറ്റാണെങ്കിലും ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്, പാവമാണ്. അതായത് നമ്മളില്ലേ ഉമ്മമാർക്ക് പല്ല് പോയാലും നമുക്ക്, എന്റെ ഉമ്മ എനിക്ക് സുന്ദരിയല്ലേ, സുന്ദരി ഉമ്മയാണ് കേട്ടാ. അതാണ്. അപ്പൊ പിന്നെ വെണ്ടയ്ക്കൊക്കെ തരും നിറയെ. തല്ലുകൂടുമ്പോ ഓട്ടി വിടും, ഇവിടെ നിക്കണ്ടടാ ഓട്ടി വിടും. അങ്ങനെ 2-3 ദിവസം ഇപ്പൊ ടൂറിലായിരുന്നു. ആ ടൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പോ കിളികളൊക്കെ ഭയങ്കര ചീത്ത പറയില്ലായിരുന്നു. എവിടെ പോയി ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവനിക്കൊരു സമാധാനമായത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ വിശേഷങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ എല്ലാം നിങ്ങളുടെ അടുത്ത് ഞാൻ പങ്കുവെച്ചു കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് ടെൻഷനാകും, ടെൻഷൻ പാർട്ടിയാണ് ആള്, ടെൻഷൻ പാർട്ടിയാണ്. എന്നാലും ആള് പാവമാണ്. ടെൻഷനായ ഒന്നും കഴിക്കില്ല, അതാണ് ടെൻഷനായ ഒന്നും കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. പിന്നെ അത് പറഞ്ഞ് നടക്കും. ഞാനൊന്നും കഴിച്ചിട്ടില്ല 4 ദിവസമായി, ഞാനൊന്നും കഴിച്ചിട്ടില്ല 4 ദിവസമായി, അങ്ങനെ മാത്രമേ പറയുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ കാറെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ബെൻസ് ഉള്ള പോലെയാണ് നമുക്ക് ഈ നമ്മുടെ നാനോ കാറ്. നാനോ കാറിൽ ഞങ്ങള് അതായത് ഒരു ഓട്ടോറിക്ഷന്റെ ആവശ്യങ്ങളെല്ലാം തന്നെ നടക്കണതാണ്. ഈ കട്ടിലൊരു കഥയുണ്ട് കേട്ടോ. ഈ കട്ടില് ഉമ്മ എന്റെ അടുത്ത് എടുത്തിട്ട് പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 വർഷമായി. പക്ഷെ ഞാൻ എടുത്തിട്ട് പോയിട്ടേ ഇല്ല, അവിടെ തന്നെ ഇട്ടു. ഏകദേശം അതിന്റെ ഇപ്പൊ സമയമാകാനായി. ഇത് ഒരു വേണ്ടപ്പെട്ടവര് തന്നാണ്. അപ്പൊ ആ കട്ടില ഇഷ്ടത്തിന് കട്ടിലുണ്ട്, എന്നാലും സ്നേഹത്തോടെ സ്നേഹത്തിൽ തരുമ്പോ വേണ്ട പറയാൻ പറ്റില്ല. അപ്പൊ എന്തോ കൊടുക്കാനുണ്ട് പറഞ്ഞു ഷിബുവിന്റെ കട്ടിലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം. അപ്പൊ ആരെയും പറഞ്ഞോളി, നമുക്ക് എന്താ ഈ വണ്ടി കൊടുക്കാനാണ്. ഇനിയിപ്പൊ നീ കൊടുക്കാനാണ് പറയണ്ട, ആരെങ്കിലും വന്ന് എടുത്തിട്ട് പോയ പോലെ. ശരി, അപ്പൊ ഒരു വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ അല്ല, ഇവിടുന്ന് ഒരു വണ്ടി നമുക്ക് ഗിവ് അവേ കൊടുക്കാം. വെറും ചെറിയ വിലക്ക് ഒരു 10-22,000 രൂപ കിട്ടിയാല് കൊടുക്കാം, ഗിവ് അവേ പോലെ കൊടുക്കാം. വണ്ടി ഒരു 10-12 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അത് ഓടിയിട്ടാണ് കേട്ടോ. ഫുള്ള് നല്ല കണ്ടീഷനാണ്. അതായത് വാങ്ങിയിട്ട് വെറുതെ നിർത്തി, പക്ഷെ ഇത്രയും വർഷങ്ങൾ പോയി അല്ലേ. അതെ, അപ്പൊ അങ്ങനത്തെയാണ്. ഇതെന്താണ് ഇപ്പൊ ഇതിലെന്ത് ചെയ്ത് ഉപ്പിട്ടാ? ഇല്ല ഇല്ല, അത് വെറുതെ അതിന്റെ പശ പോകാൻ വെയിലത്ത് വെക്കുകയാണ്. തിന്നോട്ടോ, പുഴുങ്ങിട്ടുണ്ടാ? ഒന്നും ചെയ്തില്ലടാ, പച്ച. ഷുഗർ പോകും പറഞ്ഞോ. അപ്പൊ എനിക്ക് ഷുഗറും പ്രഷറും ഒന്നും ഇല്ല, എന്തായാലും ഒന്ന് തിന്ന് നോക്കിയാണ്. രസമായിരുന്നു, നല്ല രസമാണ്. അതിന്റെ മേലെ വെക്കും. അപ്പൊ പാരമ്പര്യമായിട്ട് കൊണ്ട് നടക്കണ ഈ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഞാൻ സുൽഫിയത്തിന് കൈമാറി. അല്ല, ഉമ്മല്ലേ ഒരുപാട് ഫുഡൊക്കെ അടിപൊളി ഉണ്ടാക്കൂട്ടാ, നാടൻ ഫുഡ്. കിണറ്റില് മീനുണ്ട്, അതിപ്പോ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കൊണ്ടാട്ടത്തിന് വേണ്ടിട്ടും അവിടെ വണ്ടിക്ക് വെച്ചിട്ടുണ്ട്. അത് വെയില് കൊള്ളില്ല. പാലക്കാടിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ ജംഷി? എന്താ വെച്ചാല് ഞങ്ങളുടെ അടുത്ത് തന്നെ പച്ചക്കറി, കോയമ്പത്തൂർ തമിഴ്നാടൊക്കെ അടുത്തായതുകൊണ്ട് പച്ചക്കറിയൊക്കെ വില കുറവിന് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 4 കിലോ 100, 5 കിലോ 100 എന്നുള്ള ഐറ്റംസുകളൊക്കെ അവിടെ വരുന്നു. ഇപ്പൊ മുളകാണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലും. മുളക് എന്തിനാണ് 2 കിലോ ഉണക്ക, അപ്പൊ ഉണക്കമുളകായിട്ട് പൊരിച്ചടിക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ശരി, ഓക്കെ അല്ലേ? അപ്പൊ നമ്മളെ വീഡിയോ ഇനി ഇവിടെ നിന്ന് തുടങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, മറക്കണ്ട. നിങ്ങൾക്ക് ഞങ്ങള് 4 പേരിൽ ആരിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് ജസ്റ്റ് ഒരു കമന്റ്സ് ചെയ്യാട്ടാ.